ഈ ഇവർ ഈ പറയുന്ന പോലെ ഒരു ഡീൽ അവിടെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? മാത്രമല്ല ഈ ഈ ഒരു കാര്യം, ഈ ഒരു കേസ് ഇ ഡിയുടെ അന്വേഷണം, പ്രത്യേകിച്ച് അവർ പറയുന്നത് ഇ ഡിയുടെ പല കേസുകളും പിന്നെ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് അതങ്ങനെയല്ല എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും നടക്കുമോ, അതോ വെറുതെ ഒരു റെയ്ഡായിട്ട് അവസാനിക്കുമോ? ഇപ്പോൾ ഇത് റെയ്ഡായിട്ട് അവസാനിക്കും. പക്ഷേ ഈ കേസ് ഒരുപാട് താമസിക്കും. ഇ ഡി കേസുകൾ ഒരുപാട് കാലതാമസം എടുക്കുന്ന കേസ്. കാരണം എല്ലാത്തിനും ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം ഇ ഡി കേസ്. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് താമസിക്കും. അങ്ങനെയാണ് ഈ കേസിൻ്റെ പ്രൊസീഡിങ്സ് താമസിക്കുന്നത്. ഡീല് എന്നൊക്കെ പറയുന്നത് വെറുതെ എന്താ, ഇതിൽ എന്ത് ഡീലുണ്ടാക്കാൻ? ഡീലിനൊരു പർപ്പസ് വേണ്ടേ? പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തണമെങ്കിൽ ബി ജെ പിക്ക് കോൺഗ്രസുമായിട്ട് ഡീല് നടത്തേണ്ട കാര്യമുണ്ട്. ഇ ഡിയോട് പോയി റെയ്ഡ് ചെയ്യാൻ പറയുക, അവർ റെയ്ഡ് ചെയ്യും. മാത്രമല്ല ബി ജെ പി അല്ല ഇത് തീരുമാനിക്കുന്നത്, ഇ ഡി ആണ് തീരുമാനിക്കുന്നത്. ഒരാളുടെ വീട് റെയ്ഡ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇ ഡിയാണ്. ഒരാളിന് സമൻസ് അയക്കണമെന്നും വേണ്ടെന്നും തീരുമാനിക്കുന്നത് ഇ ഡിയാണ്. 2024 സംഭവം ഓർത്ത് നോക്കുക. തോമസ് ഐസക്കിനൊരു സമൻസ് അയച്ചു ഇ ഡി. തോമസ് ഐസക്ക് അത് തടയാനായിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് വന്ന തീർപ്പ് എന്തായിരുന്നു? തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാണ്, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അത് കഴിഞ്ഞ് നിങ്ങളയാളെ വിളിച്ച് ചോദ്യം ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇ ഡി വീണ്ടും സമൻസ് അയച്ചിട്ടില്ല. ഇതുവരെ 2026 ഇതുവരെ സമൻസ് അയച്ചിട്ടില്ല. തോമസ് ഐസക്ക് ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇ ഡി സമൻസ് അയക്കും, അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും, എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ആ ഡീലാണെന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. ഡീലൊന്നുമല്ല, ഇത്രയും ഹിസ്റ്ററി കിടക്കുന്നു. മാസപ്പടി കേസ് തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇന്നല്ലെങ്കിൽ നാളെ ഇ ഡി റെയ്ഡ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അത് ഇന്നായിപ്പോയി എന്നേ ഉള്ളൂ. അതിൽ ഷോൺ ജോർജിൻ്റെ ഒരു ഇടപെടലിനെ എങ്ങനെ കാണുന്നു ആദ്യം മുതലേ ഉള്ള? ഷോൺ ജോർജ് ഒരുപാട് അധ്വാനിച്ചു ഇതിൽ. ബട്ട് ഷോൺ ജോർജിന് അത് സക്സസ്സിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഷോൺ ജോർജ് കൊടുത്ത സകല പെറ്റീഷനും അവിടെ കോടതിയിൽ സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. SFIയുടെ കുറ്റപത്രത്തിൻ്റെ കോപ്പി ഷോൺ ജോർജ് ചോദിച്ചിട്ട് അത് ലോവർ കോർട്ട് കൊടുക്കുമായിരുന്നു. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. ആ രീതിയിൽ കോടതികളുടെ ഇടപെടൽ ഈ കാര്യത്തിലുണ്ടായി. അതിന്ന് ഷോൺ ജോർജ് ഒരു TV ഷോയിൽ പറയുകയും ചെയ്തു. 4 ഹൈക്കോടതിയിൽ 8 പെറ്റീഷൻ വെച്ചാണ് പിണറായി വിജയൻ ഇത് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഹൈക്കോടതിയുടെ സ്റ്റേ. അപ്പോൾ സ്റ്റേ അത്ര ലാഘവത്തോടെ ഹൈക്കോടതി കൊടുക്കരുതായിരുന്നുവെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ചില കാര്യത്തിൽ ഹൈക്കോടതി വളരെ ഒരു ഗൗരവം കൊടുക്കാതെ പെരുമാറുന്നു. ഈ SFIയുടെ കുറ്റപത്രം കുറ്റപത്രം സ്റ്റേ ചെയ്തു, അതിൻ്റെ കോപ്പി ആ പെറ്റീഷനൊക്കെ കൊടുക്കരുതെന്ന് പറയുക, അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഏത് നിയമം വെച്ചിട്ടാണ്? അതൊരു ശരിയായ കാര്യമല്ല. അതേസമയം ദുരൂഹമായ ചില കാര്യങ്ങൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. SFIക്ക് വീണയടക്കം ഉള്ളവർ കൊടുത്ത മൊഴിയുടെ കോപ്പി ലോവർ കോർട്ടിൽ ഇ ഡി ചോദിച്ചു. ലോവർ കോടതി പറഞ്ഞു അത് 25,000 പേജുണ്ട്. അപ്പോൾ ഇ ഡി പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ കോപ്പി മെഷീനുമായിട്ട് ഇവിടെ വരാം, പേപ്പറും മെഷീനുമായിട്ട്. കോടതി പറഞ്ഞു അങ്ങനെ ഒരു സംവിധാനം കോടതിയിലില്ല. ഒരാൾ മെഷീനുമായിട്ട് വന്ന് ഫോട്ടോ കോപ്പി എടുക്കുക, അതില്ല. ഇ ഡി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എന്ത് പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല, അതോ അത് വിധി പറഞ്ഞില്ല എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ഇ ഡിയും SFIയും ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിലുള്ള 2 വകുപ്പുകളാണ്. ഒരു വകുപ്പിൽ നിന്ന് മറ്റേ വകുപ്പിലേക്ക് ഫോട്ടോ കോപ്പി അങ്ങ് കൊടുത്താൽ പോരെ. അത് എറണാകുളത്ത് വന്നിട്ട് കീഴ്ക്കോടതിയിൽ അവർ തന്ന അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് താന്നൊക്കെ പറയുന്നത് ഇതെന്ത് പരിപാടി എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഇതിന് വല്ല നിയമ സംഗതിയും ഉണ്ടാകും.
കോടതി പറയാതെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ഇൻകം ടാക്സിനൊക്കെ അങ്ങനെയുണ്ട്. ഇൻകം ടാക്സ് ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണ്. പക്ഷേ ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിൽ തന്നെയുള്ള വേറൊരു വകുപ്പ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കില്ല. കൊടുക്കാൻ അവർ ബാധ്യസ്ഥരല്ല, കോടതി പറയണം. പിന്നെ അങ്ങനെ EDക്കും SFIക്കും തമ്മിൽ അങ്ങനെ ഒരു ഇൻ്റർലോക്ക് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ശരി, പക്ഷേ അതൊക്കെ ഫെയിലായി കോടതി ഇടപെട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് താമസിച്ച ഒരു പ്രക്രിയയാണ്. ഷോൺ ജോർജ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ ആ സാധുവിന് വിജയിക്കാൻ കഴിഞ്ഞില്ല.